അങ്ങനെ അടുത്തൊരു ഓർഡർ കിട്ടിയ നെന്മാറയ്ക്കാണ്. നെന്മാറയ്ക്ക് സുൽത്താൻപേട്ടിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ബോക്സ് എടുത്ത് വണ്ടി വയ്ക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കയർ പൊട്ടി. അങ്ങനെ പുതിയൊരു കയർ വാങ്ങാൻ വേണ്ടി തൊട്ടടുത്തുള്ള കടയ്ക്ക് പോകണം. അങ്ങനെ കയർ കിട്ടിയതിന് ശേഷം പിന്നെ വേറെ നോക്കില്ല, 5 ബോക്സ് എടുത്ത് വണ്ടി വെച്ചു. അങ്ങനെ നമ്മൾ നേരെ പോകണം നെന്മാറയ്ക്കാണ്. ഈ സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. ഫുഡ് കഴിച്ച് കയറി നല്ല ഉറക്കവും വരുന്നുണ്ട്. പോണ വഴിയിൽ എന്തെങ്കിലും സർവത്ത് കുടിക്കാന്ന് പറഞ്ഞ് നോക്കി 2 സൈഡും പാടം മാത്രമേ ഉള്ളൂ, ഒരു കട പോലും ഇല്ല. അങ്ങനെ നെന്മാറ എത്തി. നെന്മാറ പോലീസ് സ്റ്റേഷൻ അപ്പുറത്തുള്ള ഒരു അക്ഷയ സെന്ററിലേക്കാണ് നമ്മൾ പേപ്പർ ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെ പേപ്പറും കൊടുത്ത് കിട്ടാനുള്ള പൈസയും വാങ്ങി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ തിരിച്ചു വരുമ്പോഴാണ് വേറെ കാഴ്ച കണ്ടത്. വേറൊന്നുമല്ല, വരുന്ന വഴി റോഡ് സൈഡിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിലാന്ന് വെച്ചാൽ ഫുള്ളും താമരയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വേറൊരു കാഴ്ച കണ്ട്. വേറൊന്നുമല്ല, ഒരു പാറിന്റെ മേലെ ഒരു നായനെ പോലത്തെ സാധനം നിൽക്കണ്ടായിരുന്നു. അത് നായിയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. കാണാൻ ഒരു ചെന്നായിനെ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കടയെത്തി. നമ്മുടെ ഹെൽമെറ്റിനകത്ത് ഗ്ലാസ് ഇല്ലാത്ത കാരണം മുഖത്ത് ഫുള്ളും പൊടിയാണ്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 1 തന്നെ ഈ ചൂടിൽ കരിഞ്ഞു. മാർച്ച് ലാസ്റ്റ് ഒക്കെ ആയെന്ന് വെച്ചാൽ ചിലപ്പോൾ തീ പന്തം പോലെ കത്തി നടക്കം വരും. അങ്ങനെ മോൻ കഴുകി കഴിഞ്ഞ ശേഷം നേരെ പോയി സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കാണ്. ഒരു പാർസൽ എടുക്കാണ്ടിരുന്നു. അപ്പോൾ പാർസൽ കൊടുത്ത് നേരെ കടയിൽ കൊണ്ട് കൊടുത്തു. കടയിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം ഒരു ലേം കുടിക്കാന്ന് പറഞ്ഞ് ശ്രീനാരായണ ബേക്കറിൽ പോയി ഒരു ലേമും കുടിച്ചു. എന്നിട്ട് കടയിൽ വന്ന് നോക്കുന്ന സമയത്ത് കടയിൽ ഉണ്ണിയപ്പം മുറുക്കും ഇരിക്കുന്നു. അപ്പോൾ അതും കഴിച്ചു. നാളെ ശിവാട്ടൻ ലീവ് ആയതുകൊണ്ട് ശിവാട്ടൻ ഇപ്പോൾ പേയ്മെന്റ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. എന്നിട്ട് ശബരാട്ടൻ നോക്കുന്ന സമയത്ത് ശബരാട്ടൻ ഹോൾസെയിൽ കണക്ക് വെച്ചുകൊണ്ട് ശ്രീരാജ് വന്ന ടിക്കറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജേഷേട്ടൻ ചാടിയും തള്ളുന്നു കണ്ടു. അങ്ങനെ 2 മിനിറ്റ് ആളുടെ തള്ളും കേട്ട് ഞാൻ എൻ്റെ കണക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ കണക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് രാജേഷേട്ടൻ വേറെ കാര്യം പറഞ്ഞു. നാളേക്ക് ബമ്പർ ആയതുകൊണ്ട് പ്രൈസ് നമ്മുടെ നാളെ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അങ്ങനെ കടയടിക്കാൻ വേണ്ടി ശ്രീരാജ് ഷട്ടർ വിളിക്കേണ്ടായിരുന്നു. പക്ഷേ ഷട്ടർ വിളിച്ച് വരുന്നില്ല. ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ ആൾ ഷട്ടർ വിളിച്ച് വലിച്ചു. അങ്ങനെ കടയെ ഓടിച്ച് ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.